നമസ്കാരം, ഞാൻ സുഹൈൽ പെരുമാൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6ാം സെമസ്റ്റർ പ്രൊജക്ട് സബ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊജക്ട് സബ്മിഷൻ മെയ് 1, 2, 3 തീയതികളിൽ ബികോമുകാർക്കും അതുപോലെ 4, 5 തീയതികളിൽ BA-ക്കാർക്കുമാണ് ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് കഴിഞ്ഞ വർഷത്തിനേക്കാൾ അപേക്ഷിച്ച് ഒരുപാട് സെൻറ്റേഴ്സൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. KVA RBS തുടങ്ങിയ ആളുകൾക്ക് എംപയർ കോളേജ് കുറ്റിപ്പുറത്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ PMA RBS എന്ന രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയ ആളുകൾക്ക് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലും TMA RBS തുടങ്ങിയ ആളുകൾക്ക് കോപ്പറേറ്റീവ് കോളേജ് തിരൂരുമാണ് സബ്മിഷൻ സെൻറ്റേഴ്സ് വന്നിട്ടുള്ളത്. ബാക്കി സെൻറ്റേഴ്സ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തീയതികളിലൊക്കെ വ്യത്യാസമുണ്ട്. അതായത് KVA RBS തുടങ്ങിയ ആളുകൾ 01 മുതൽ 100 വരെയുള്ള ആളുകൾ 1-ാം തീയതി മെയ് 1-ാം തീയതിയാണ് എംപയർ കോളേജ് കുറ്റിപ്പുറത്ത് മൂടാലാണ് സ്ഥലം, അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ 101 മുതൽ 298 വരെയുള്ള ആളുകൾ മെയ് 2-ാം തീയതിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. PMA RBS തുടങ്ങിയ ആളുകൾ PMA RBS 01 മുതൽ 300 വരെയുള്ള ആളുകൾ മെയ് 1-ാം തീയതിയും 301 മുതൽ 500 വരെയുള്ള ആളുകൾ മെയ് 2-ാം തീയതിയും 501 മുതൽ 785 വരെയുള്ള ആളുകൾ 3-ാം തീയതിയുമാണ് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ TMA RBS തുടങ്ങിയ ആളുകൾ 251 മുതൽ 500 വരെയുള്ള ആളുകൾ മെയ് 1-ാം തീയതിയും 501 മുതൽ 638 വരെയുള്ള ആളുകൾ മെയ് 2-ാം തീയതിയുമാണ് കോപ്പറേറ്റീവ് കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള രജിസ്റ്റർ നമ്പറുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല ഇത് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഫസ്റ്റ് പേജിലെ ഈ രജിസ്റ്റർ നമ്പർ, പേര് രജിസ്റ്റർ നമ്പർ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ റീചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നിങ്ങളുടെ ടൈറ്റിലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്യണം. 2ാമത്തെ പേജ് വരുന്ന ഡിക്ലറേഷൻ പേജാണ്. ഡിക്ലറേഷൻ പേജിലും നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്തതാണെന്നുള്ള പറയുന്ന ഒരു പേജാണ്. ഇതിൽ ഇവിടുത്തെ ഇയറും നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ടൈറ്റിലും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. 3ാമത്തെ പേജാണ് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്. ഇത് പല ആളുകളെ പ്രൊജക്റ്റിലും കാണാറില്ല പൊതുവെ. ഇത് നിർബന്ധമായി നിങ്ങൾ വെക്കേണ്ട ഒരു സംഭവമാണ്. ഇതിൽ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഇതിൻ്റെ PDF അവൈലബിൾ ആണ്, പക്ഷെ ഇതുപോലെ ആവില്ല. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, രജിസ്റ്റർ നമ്പർ ഓഫ് ദി സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക. അതുപോലെ പേര് ഇവിടെ എഴുതുക. പ്രോഗ്രാം നെയിം എന്ന് പറയുന്നത് BCom ആണ്. BComമാർക്ക് BCom, BA-ക്കാർക്ക് BA സോഷ്യോളജി ആണ് BA സോഷ്യോളജി, BA ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ്. അതുപോലെ നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കുന്നത് ആ കോഴ്സാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ ടൈറ്റിൽ ഓഫ് ദി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഉണ്ടാവും. ഏത് പ്രൊജക്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്തത് അത് നിങ്ങൾ ഇവിടെ എഴുതണം. പിന്നെ ഡേറ്റ് ഓഫ് ദി റെസിപ്റ്റ് നിങ്ങൾ എന്നാണ് വെക്കുന്നത്. മെയ് 1-ാം തീയതി ആണെങ്കിൽ മെയ് 1-ാം തീയതി എന്ന് എഴുതുക. മെയ് 2-ാം തീയതിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ മെയ് 2-ാം തീയതി എഴുതുക. മെയ് 3-ാം തീയതി ആണെങ്കിൽ മെയ് 3-ാം തീയതി എന്ന് എഴുതുക. പിന്നെ അതുപോലെ നിങ്ങൾ മൊത്തം ടോട്ടൽ എത്ര പേജ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ അതിവിടെ എഴുതേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളെ സൈൻ ഇവിടെ ഇടുക. അതുപോലെ നിങ്ങൾ ഏത് സെൻറ്ററിലാണ് കൊടുക്കുന്നത്, കുറ്റിപ്പുറം എംപയർ കോളേജിലാണെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റർ നിങ്ങളെ പ്രൊജക്റ്റ് വാങ്ങി വെക്കുന്ന ആളുടെ സിഗ്നേച്ചറും ആ കോളേജിൻ്റെ സീലും ഇവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ മേടിക്കണം. അതുപോലെ തന്നെ ഏത് കോളേജിലാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ കോളേജിൻ്റെ പേര് ഇത് എഴുതുക. ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ കൈവശം വെക്കുക. തീർച്ചയായും ഇത് കളയാൻ പാടില്ല. കാരണം ഈ റിസൾട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ആബ്സെൻ്റ് എന്ന് കാണിക്കും. അപ്പോൾ ഈ ഒരു പേജുമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രസൻ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ഒരിക്കലും ഇത് നിങ്ങൾ കളയരുത്, അവിടെ കൊടുക്കും ചെയ്യരുത്. ഒന്നുകിൽ ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ സൈൻ ചെയ്താലും മറ്റുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.